കരയടി കരയടി. അതുകൊണ്ടാ ശരിക്കും ഇടിച്ചു കയറിയാണ്. ഇയർലോന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുഞ്ചപ്പനെ ഇല്ല, അമ്മൂസില്ല, രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുക. കുഞ്ചപ്പൻ്റെ വീട്ടിലെ 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ പോവുകയാണ്. ആൾ ഭയങ്കര സാഡാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് യാത്ര പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാനായിട്ടുള്ള സമയമായി. അപ്പോൾ നല്ല 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 കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല കുടുംബം. അത്രയ്ക്കും നമ്മളെ കെയർ ചെയ്യും, ഓരോ കാര്യങ്ങളും കെയർ ചെയ്യും. കുഞ്ചപ്പനെ പോലെ തന്നെ കേട്ടോ അച്ഛനും അമ്മയും ഇവിടുത്തെ ചേച്ചിയും ചേട്ടനും എല്ലാവരും. ഒരുപാട് സന്തോഷം. അപ്പോൾ 2 ദിവസം ഇവിടെ നമ്മൾ നിന്നു. അപ്പോൾ ഇന്നിപ്പോൾ പോകണം. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും പോകാനായിട്ടുള്ള മനസ്സില്ലായിരുന്നു. നമ്മുടെ കാർ റെൻ്റ് എടുത്തിട്ട് ഇതിപ്പോൾ ഇന്ന് കൊടുക്കണം. ഒരു ദിവസം 1000 രൂപ വെച്ചാണ് നമ്മുടെ ഈ വണ്ടിയുടെ റെൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരുപാട് ദിവസം ഇവിടെ നിന്നിട്ടുണ്ട്. ഓരോ ദിവസം നമ്മൾ 1000 രൂപ വെച്ച് അതിനും കൊടുക്കണം. അപ്പോൾ ആ വണ്ടിയും കൊണ്ട് കൊടുക്കണം. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കൊണ്ട് കൊടുക്കണം. അതിനിടയ്ക്ക് ഒന്നും സാധിക്കത്തില്ല. ഇവൾക്കാണെങ്കിൽ വയ്യ. ഒത്തിരി നേരം ഒന്നും ഒരിടത്ത് പോയി നിൽക്കാനായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ നേരെ അങ്ങ് പോവാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് വരുമ്പോൾ എന്തായാലും കാണാമെന്ന് പറഞ്ഞവരൊക്കെ വന്ന് ഉറപ്പായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് പോവാം. രാവിലെ അമ്മയ്ക്ക് ഉറക്കമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് കേട്ടോ. ഫുൾ ടൈം അടുക്കളയിലായിരിക്കും. പാലപ്പാണ്. അമ്മ ഒരു ഇന്ത്യൻ സാധനമൊക്കെ ആയിട്ടാണ് വന്നത് കുറേ നാളത്തേക്ക് നിൽക്കാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ കാരണം അമ്മൂൻ്റെ മുഖമൊക്കെ ചുമന്ന് തടിക്കാൻ തുടങ്ങി. ഇനി എന്താ ഉള്ളത്? ആണോ? എന്നാ മക്കളെ സാഡ്? യാ കഴിഞ്ഞ അച്ഛൻ എന്തേടി? അച്ഛൻ കാണുന്നില്ലോ. നീ ഫ്രണ്ട് ചെയ്യുന്നോ കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മോസ്റ്റ് കമന്റ് ചെയ്ത ദേഷ്യപ്പെട്ടിട്ട് ഗർഭിണിയെ ഫ്രണ്ടിൽ ചെയ്തു. നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ആക്ച്വലി ഫ്രണ്ടിൽ മാത്രമേ കുലുക്കുണ്ട്. ഫ്രണ്ടിലെ ഷോക്ക് അബ്സർ അത്ര ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിൽ എങ്ങനെ ഉണ്ട്? ഇടിപ്പാണോ ഭയങ്കര? ഇല്ല. ഓ അത് നമുക്ക് കൂടിക്കേട്ടോ. ചേറോ നല്ല ടേസ്റ്റാണെന്നറിയോ? വെള്ളം ഒഴിക്കണം. പിടിക്കുന്നു. നിന്നെ കണ്ടില്ലെന്നാണ് എല്ലാവർക്കും വിഷമം. നാണോ അതൊക്കെ? ഇല്ല ചാടത്തില്ല. ഇപ്പൊ കെട്ടിയിരിക്കുമല്ലോ, തലയിടിക്കല്ലേ. ഇത് കരയിടി. പൊക്കോട്ടെ. എല്ലാം എടുത്തോ? വേണ്ട, അങ്ങോട്ട് മാറുമ്പോ ശരിയാവും. കരയടി ഇത് കരയടി.
എത്ര പറ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞ ഫ്രണ്ട് ഇരിക്കും. അമ്മൂനെ കിണറ്റി ചാടാൻ പോണോ? ഒക്കെ അങ്ങ് വിടായിരുന്നു, കാല് പൊക്കി അങ്ങ് വിടായിരുന്നു. ഉണ്ടോ? ആണോ? ഇത്ര വെള്ളം തന്നെ എപ്പോഴും ഉണ്ട്, എത്ര അടിച്ചാലും. വെള്ളം നല്ല വൃത്തിയായിട്ട് എടുക്കും അല്ലേ? എടി യാത്ര പറഞ്ഞോണ്ടി മോളെ. അതെ അവളെ എല്ലാരോടും പറഞ്ഞു കരയിപ്പിക്കണ്ടേ ആദ്യം. അങ്ങോട്ടേക്ക് വാ. അല്ല ഇനി ഇവരങ്ങോട്ടേക്ക് വരാം. മറ്റേ ടർക്കി എടുത്തായിരുന്നു ശബ്ദത്തിന്റെ 2 ടവൽ എടുത്താൽ മതി കേട്ടോ. അയ്യോ എന്റെ പൊന്നച്ച വേണ്ട. വേണ്ട ഒരു 40 ഓർത്തിരിക്കും. ഇവർക്ക് ഒരാത്തർക്ക് 3 എണ്ണം വെച്ചാ, എനിക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല അല്ലേ സാർ, എനിക്കൊരു ടവൽ ഉണ്ടായിരുന്നു പുതിയത്, അത് കഴിഞ്ഞ ദിവസം പോയിട്ട് വരാം. വാട്ടോ എല്ലാരോടും. മറ്റേ ചേട്ടായും കൂടെ വന്നു കഴിയുമ്പോ മറ്റേ ആശിഷിയുടെ പേരെന്നായിരുന്നു? പ്രിയ ചേച്ചിയുടെ. അല്ല ആ ചേട്ടൻ വരാറായില്ലേ? അതാ പറഞ്ഞു. രണ്ടും മറയുന്നു. അതാ പറഞ്ഞ അമ്മ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇപ്പൊ കേൾക്കുമ്പോ ഇതിന്റെ ട്യൂണേ മത്തായിച്ചേട്ട് എന്ന് തോന്നുന്നു. ഒടിയോ പോവാ. ടാറ്റ ടാറ്റ ടാറ്റ. ആ ടാറ്റ ടാറ്റ. അപ്പൊ ശരി. കേസിന്റെ മേർത്തെ ടാറ്റ ടാറ്റ. വാവച്ചി ജോലിക്ക് പോകണം. ടാറ്റ. അതുകൊണ്ട് പോയേക്കാം. ഞാൻ കുമാരിയമ്മ അടുത്തൊരു വസ്തിക്കാൻ വന്നായിരുന്നു. പോയിക്കോണേ. എന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോ കൊണ്ടുവന്നോ. എന്നാ പോയിക്കോണേ, എന്റെ വിളിക്കാം. നാളെ ഫാമിലി വ്ലോഗ്സ് തുടങ്ങണ്ട കേട്ടോ. അവരെന്താ അതിന് ബാത്റൂമിൽ കയറി ഇറങ്ങാൻ 2 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്.
നിക്കറായിട്ടേക്കുന്നു കിട്ടും. മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രൈബർ 3 കിലോമീറ്റർ മുന്നേ പിടിക്കാൻ തുടങ്ങി. ഞാൻ രാവിലെ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. 3 കിലോമീറ്റർ യാത്ര ചെയ്തത്. അയ്യോ, അവിടെ തൊട്ട് പിടിക്കാൻ തുടങ്ങിയാണോ? ഞാൻ അന്നേരം ഓർത്തപ്പോ കുഞ്ഞപ്പനെ കൊണ്ടാണ്ട് പതിയെ പോകത്തുള്ളത്. ഞാൻ കണ്ടായിരുന്നു, ചേട്ടായെ കണ്ടായിരുന്നു അവിടെ വെച്ച്. ഞാൻ അപ്പുറത്തെ സൈഡിലാണ്. ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ ഇത് കഴിയുമ്പോ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ വണ്ടിയെ വരുന്നുണ്ട്. ഞാൻ 9 മണി തൊട്ട് അവിടെ നിൽക്കുവായിരുന്നു. ഞങ്ങളിങ്ങനെ പയ്യെ ഇങ്ങനെ വരുമായിരുന്നു. ഒരാൾ അവനേട്ടാ നിർത്തുന്നു പറഞ്ഞ് ചാടി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നു. വലിയ മുതലാളിയൊക്കെ കേട്ടോ, ഒരു ഫാക്ടറി മുതലാളിയൊക്കെയാണ്. എന്റെ പിന്നെ ഒരുപാട് സന്തോഷം. ഇതൊക്കെ ആട്ടോ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാല്. വേറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെനിക്ക് അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വിഷമിച്ച് വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓടി ഒരു 3 കിലോമീറ്റർ അവൻ വണ്ടിയൊക്കെ യാത്ര ചെയ്ത് വന്നു. അവലേട്ടാ നിർത്തുന്ന പറഞ്ഞ് ചാടി നമ്മുടെ വണ്ടിയുടെ മുന്നിൽ. ഒരുപാട് സന്തോഷമായിട്ട് നമ്മൾ അടുത്തൊരു പമ്പിൽ നിർത്തിയിട്ട് അവരിവിടെ ആ ചെടിയൊക്കെ നോക്കാൻ പോയി. ഇവിടെ അടുത്തൊരു പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ അമ്മയൊക്കെ ചാടി ചെടി ഇവിടെ ഒരു നഴ്സറി കണ്ടിട്ട് അവിടെ അമ്മ ചെടി പ്രാന്തിയാണ് പപ്പായും കേട്ടോ. അത് നോക്കി അങ്ങോട്ട് പോയിട്ടുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ മോനെ. 10 ആൾക്കാർ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തുവാ വല്ലാത്തൊരു ഫീലാ. നമ്മളിവിടുന്ന് യാത്ര തിരിക്കുവാണ്. വീണ്ടും പെട്രോളൊക്കെ അടിച്ചു, എല്ലാവരും തിരിച്ചു വന്നു. ഒരു സബ്സ്ക്രൈബർ ആണെന്നാണ് പറഞ്ഞത്. എവിടെ വീട്? ഇതെന്നെ പറ്റി? ആര്? ആണോ? അയ്യോ, വണ്ടി ചൈന ടയറൊക്കെ ഇട്ട് കൊടുത്തു വിടുന്ന ആണോ? നിങ്ങൾ ബൈക്കിലാണോ വന്നേ? ആ ആ അത് അതിനകത്തുണ്ട്. ഒരു കമ്പ്യൂട്ടർ ഉണ്ട് അതിനകത്ത്. അതെന്നാ അടിയില അത് ഈ സൈഡിലും കാണുന്നുണ്ട്. അതാണ്ട് കിടക്കുന്നു. അത് മതിയോ? അത് മതിയോ നോക്കി. അതെല്ലേ ജസ്റ്റിൻ മനസ്സിലായി ഞങ്ങളെ കണ്ടപ്പോ? ആണോ? ഞങ്ങള് ചങ്ങനാശ്ശേരി വരെ പോയിട്ട് വരാം. അരൺ സ്മോക്കിയുടെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അവർക്ക്. ആർക്കാ? അത് വേറെ ആണോ? ചേട്ടനൊക്കെ ആണോ? ആണോ? അല്ല, ഇവര് നമ്മളെ പോലെ തന്നെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. റൈഡേഴ്സ്. ആരും നിർത്തിയില്ല. നല്ല ഈ മറ്റേ ജീപ്പ് വന്നവരും ജീപ്പേ വന്നവരും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ടിപ്പറൊക്കെ നിർത്തിയത്. ആരും നിർത്തിയിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ വന്ന വണ്ടി ഇല്ലായിരുന്നോ ഫോഴ്സിന്റെ? അത് നിർത്തി. അതേ ഇല്ലായിരുന്നോ? അതേ ഇല്ലായിരുന്നു. ആണോ? ടയർ പഞ്ചറായി പോയി പോയതാണോ? ടയർ പൊട്ടി. ടയർ റെന്റിന് കൊടുക്കുന്ന വണ്ടിയാ ചൈന ടയർ ഇട്ട് വെച്ചേക്കാം. അതുകൊണ്ടാ ശരിക്കും ഇടിച്ചു കയറി. ടയർ പൊട്ടിയിട്ടേ. ടയർ പൊട്ടിയിട്ട് ഇടിച്ച് കയറി കേട്ടോ. ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ. ആരും ഒരു വണ്ടി പോലും നിർത്തിയില്ല ഇവിടെ. 2 പിള്ളേർ ബൈക്കിൽ വന്ന അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമാണ്. അവർ കൈ നീട്ടി നമ്മളെ. എന്തായാലും നമ്മൾ നിർത്തി കേട്ടോ. ചവിട്ടിയാ മതി, ചവിട്ടിയാ താഴോട്ടായിരിക്കും. താഴോട്ടാ അല്ലേ? ആണോ?
അവിടെ ആ ചെറിയമ്പേ ഉള്ളായിരുന്നു, ഇനി ഇല്ലെന്ന്. നട്ടൊന്നും കാര്യങ്ങളൊന്നും ഊരാൻ പറ്റിയില്ല വണ്ടിയുടെ, അതുകൊണ്ട് അത് മെക്കാനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു. കുഞ്ചപ്പൻ അധികം നേരം നിൽക്കാൻ പറ്റുമല്ലോ. നമ്മുടെ കയ്യിലുള്ള ആ സ്പാനർ കൊടുത്തു, പക്ഷെ അത് പറ്റുന്നില്ലായിരുന്നു. എന്തായാലും നമ്മളിവിടെ ഒരു സ്പോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. വാ, ഇത് കുട്ടിക്കാനം കയറുന്ന വഴിയാട്ടോ. നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ നോക്കിയാൽ. വാ, ചക്ക ഇരുപ്പുണ്ട് കേട്ടോ. നമുക്ക് ചക്കര വിലയൊക്കെ ചോദിച്ചു നോക്കാം. ഏതാ ഐസ്ക്രീമാ? അത് മതിയോ? ചക്ക മൂത്തായിരിക്കണേ. ഇത് 400, ഇത് 200. അത് പിഞ്ചാ. അവരോട് ചോദിച്ചിട്ട് മേടിക്കാം. വണ്ടി 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 400 വേണോ മോളെ? 400 രൂപ എടുത്ത് ചക്ക തിന്നണം മക്കളെ. സ്ട്രോബെറി വേണ്ടത് പറഞ്ഞു, ചോക്ലേറ്റ് അതെ, ഇത് ഇപ്പൊ എടുത്തിട്ട് ഇപ്പം ഇത്ര നീങ്ങുന്നേ. എനിക്ക് വെയിൽ വേണ്ട. എല്ലാവരുടെയും വീടാട്ടോ ഇത്. അതിന് വാതിക്ക വന്നിരിക്കുന്ന നോക്കിയേ, ഒരു ഗോസലും ഇല്ല സാമാനം. ഞാനിപ്പോ വന്നപ്പോഴത്തേക്ക് ഇളകി കേട്ടോ ഒരാക്കം. ഒന്ന് വെയിലടിച്ചായിരുന്നു. പപ്പായ്ക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട കേട്ടോ. പപ്പായ്ക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. നമുക്ക് ഇച്ചിരി ചമ്മന്തി കഞ്ഞി. ചോക്ലേറ്റ് ഒന്നും കറക്റ്റ് ഐസ്ക്രീം ഉണ്ട്. എനിക്ക് വെളുത്തിരിക്കുന്നതാണെങ്കിൽ ഇച്ചിരി ഇഷ്ടമാണ്. 1 വർഷം കൂടി ഞാൻ പറഞ്ഞു. അമ്മ ഐസ്ക്രീം അങ്ങനെ തിന്നത്തില്ല. നമ്മുടെ പുറകെ മീൻ കടന്ന് പിടയ്ക്കുന്ന കേട്ടോ. നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കുഴിയൊക്കെ ഉണ്ടാക്കി കുറച്ച് അതിനകത്ത് ഇടാം. ആവശ്യമുള്ളവ പിടിച്ചു പറക്കാം. മൂടിയിടാം. ഐസ്ക്രീമൊക്കെ തിന്നു കഴിഞ്ഞേ അല്ല, ഇവിടെ തിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് താഴെ പോയിട്ട് തിരിച്ചിട്ട് വരാം. ഐസ്ക്രീമൊക്കെ തിന്നു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് യാത്ര ചെയ്യാണ്. കുറെ പേരൊക്കെ നമ്മളെ കണ്ടു കേട്ടോ. കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. നിർത്താൻ പറ്റത്തില്ല, ഇവിടെ വണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും പോവാം. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരു ബസ് ഇതുവഴി അങ്ങ് പോയപ്പോൾ എന്താ അതിന്റെ മണം അടിച്ചിട്ട് ഛർദ്ദിക്കാൻ പറ്റുന്നിരിക്കുന്നു. പോ ഇനിയിപ്പോ വീട്ടിലോട്ട് നേരെ പോയി നിർത്തിയാൽ മതി അല്ലേ? വളഞ്ഞങ്ങാനത്ത് ഇറങ്ങുമ്പോൾ അവിടെ വെള്ളമില്ല. അവിടെ വെള്ളമില്ല. കുരങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങും. കുരങ്ങൊക്കെ ഉണ്ട്. കുരങ്ങ് സിന്ധമ്മ അവിടെ കാറ ഇരുത്തിയിട്ട് നമ്മള് അമ്മയ്ക്ക് കുഷ്യൻ വേണമെന്ന് പറഞ്ഞു. അവിടെ കുറെ ടെഡി ബിയറും കുറെ കുഷ്യൻസ് ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് നോക്കാം.
ഏതാ ഡോറയും ബുജ്ജിയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടെടുത്ത് 200 രൂപയ്ക്ക് തരാൻ അല്ലേ? വേണം. രണ്ട് കട എടുക്കാം. അമ്മയും ബൊബായൊക്കെ റോട്ടില്ല കേട്ടോ. ചില കാരണവശാൽ എനിക്ക് ഇവിടെ വരെ വരേണ്ടി വന്നു. ഇവിടെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രദേശം കേട്ടോ. ഒരു കാടാണ്. നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാം കേട്ടോ. ഓ ഗോഡ്. ഇതിനകത്തൂടെ ഞാൻ എങ്ങനെ അമ്മേ അങ്ങനെ റോട്ടി എത്തി കേട്ടോ. അച്ഛൻ അവിടെ പോയെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ടിപ്പറിന്റെ എന്താ സാധനം നമുക്ക് പോയ കേട്ടോ. അമ്മേ ഞാൻ ഫ്രണ്ട് 400 രൂപയ്ക്ക് നല്ല അടിപൊളി കുഷ്യൻസ് മേടിച്ചോണ്ട് കൊടുത്തിട്ട് അല്ല 400 രൂപയ്ക്കുണ്ടോ ഇത്? ഇങ്ങനെ 400 രൂപയ്ക്കില്ലാതെ ഞാൻ തയ്ക്കുന്ന വെട്ടുതുണിയുടെ കഷ്ണം ഉണ്ടാകൊണ്ട് ഇതിലും വലുതായിട്ട് 100 രൂപ തന്നാൽ മതി. 400 രൂപയ്ക്ക് ഒരു 100 150 അല്ല കൂടി പോയാൽ ഇനി പോട്ടെ. അത് ഞാൻ എന്നെ തൊട്ട് നിർത്തൊരു 50 കൂട്ടി 200 രൂപയ്ക്കുള്ളിൽ ഇതിന് ഒരെണ്ണത്തിനോ 400 രൂപയാണോ ഇതിന്? 200 രൂപ മൊത്തം. അയ്യോ നിനക്ക് കാശിന്റെ മുങ്ക് അല്ല എന്നാ ഞാൻ പറയുന്നത്. ഞാൻ അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് മാറുന്ന സമയത്ത് അമ്മയെ ഇവര് പ്രാങ്ക് കേട്ടോ. 200 രൂപ 200 രൂപ 200 രൂപ പപ്പായ പറഞ്ഞു 200 രൂപ തന്നാ മതിയോ? പപ്പ വില വേശാൻ വില്ലനാ കേട്ടോ. നമുക്ക് പോയേക്കാം. അയ്യോ അയ്യോ എന്റെ മോനെ പോയേക്കാം. ബ്രിട്ടീഷുകാർ പണിത ഒരു പള്ളി കേട്ടോ. എന്നെ ഭയങ്കര ചൂടാ അല്ല പുറത്തല്ല ഇതിനകത്തോട്ട് കയറി എന്നെ ഫീലാന്നറിയോ. എന്നാ തണുപ്പല്ലേ? നല്ല തണുപ്പല്ലേ മേ? നല്ല സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുഖം ഇവിടെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ ബ്രിട്ടീഷുകാർ ഒരു കുതിരേനെ ഇവിടെ അടക്കം ചെയ്തിട്ട് ഇവിടെ കല്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള നോർമൻ പൊള്ളോക്ക് സായിപ്പുമാറ കേട്ടോ. 1919 അറ്റ് മുണ്ടക്കയം ഓൺ 1919 കേട്ടോ. 1919 33 വയസ്സുള്ളപ്പോൾ മരിച്ചതാ. അതേണ്ട കുതിരയുടെ കല്ലറ വേണ്ട അവിടെ. ഡൗണി എ വൈറ്റ് ഹോഴ്സ് മെയർ ഓൺഡ് ബൈ JD മുണ്ട്രോ. ഇതാട്ടോ കുതിരയുടെ കല്ലറ. കുതിരയോ സായിപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിരേനെ വരെ നമ്മൾ അടക്കം ചെയ്തേക്കുന്ന കല്ലറയ്ക്കകത്താണ്. നമ്മളങ്ങനെ വീട്ടിൽ എത്തി കേട്ടോ. എന്താ എന്നാ ഫീലാ അവിടെ വീട്ടിലോട്ട് എത്തിയപ്പോ ഭയങ്കര ആശ്വാസം കേട്ടോ. ഈ നമ്മുടെ മിട്ടും മിന്നും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ഞാൻ തോന്നുന്നു. നേട്ടിരിക്കുന്നു. എന്നാ മിണ്ടായിരിക്കുന്നേ? ഇല്ല തിന്ന് കയറുന്നില്ല. അതാ ഇവിടെ നിറച്ച് ഇരിപ്പുണ്ട്. വെള്ളം കളയണം. ഞാൻ പേടിച്ചു കേട്ടോ ഒച്ച കേൾക്കാതിരുന്നിട്ട്. 2 കിലോ കണ്ടിട്ടുണ്ടല്ലോ 2:30 9 മണിക്ക് ഇറങ്ങി. കുറെ അടുത്തൊക്കെ നിർത്തി വന്നോണ്ട് താമസിച്ച. പിന്നെ നമ്മുടെ മീനെ വന്നു. മീനെ ആ ബക്കറ്റിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. എത്ര ചത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല.
ചത്തുപോയതിനൊക്കെ നമുക്കിപ്പോ ഫ്രൈ അടിച്ച് തിന്നാ. ചത്തുപോയതിനൊക്കെ ഫ്രൈ അടിച്ച് തിന്നാന്ന് നോക്കട്ടെ. ചത്തോ ഇല്ലോന്ന്. അമ്മൂന്റെ മീൻ ചത്തു പോയിട്ടോ. വന്നിട്ട് നോക്കിയില്ലേ? എന്റെ ദൈവമേ മതി. എന്റെ ദൈവമേ അല്ലെങ്കിൽ വരാനൊക്കെ കൂടെ കുഞ്ഞുണ്ടായിട്ടുണ്ട്. ഇവരുടെ കുറെ കുഞ്ഞുങ്ങളുണ്ട്. ആ 4-5 എണ്ണത്തിന് ഞാൻ കണ്ടു. കുഞ്ഞുങ്ങളുണ്ടായിട്ടോ. നമ്മൾ പോയ സമയത്ത് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും കോരിടാം. ആ ഒത്തിരി ഉണ്ട്. അല്ല എടുത്തിടാം. മറ്റേ എടുത്തിട്ട് വന്നേ. അല്ല അവിടെ ആ ബക്കറ്റിനകത്ത് കാണും. ഇത്രയും കുഞ്ഞുങ്ങളുണ്ടായിട്ടോ. അത് 2 എണ്ണം നേരത്തെ ഉണ്ടായതാ. ബാക്കി ഇത്രയും കുഞ്ഞുങ്ങളുണ്ടായി നമ്മൾ പോയ സമയത്ത്. നമ്മുടെ മീൻകുളം പരിപാടി കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനെ കുറച്ച് ഇട്ട് നോക്കാം. കുറേയൊക്കെ ചത്തുപോയെന്ന് തോന്നുന്നു അതിനകത്ത്. അത് നോക്കിയപ്പോൾ ചത്തോ ഇല്ലയോന്ന്. കാല നീര് കണ്ടോ? ഇല്ല നീര് അല്ലേ ഇപ്പത്തേക്കൊക്കെ ഒരാൾ ചത്തെന്ന് തോന്നുന്നു. മണമുണ്ട്. നീ ചത്തോ? അത് ചത്തില്ല എന്ന് തോന്നുന്നു. അത് ഇട്ട് നോക്കിയ വെള്ളത്തിൽ. അത് ചത്തു. അല്ലാതെ കിടന്ന് പിടയ്ക്കും. ഒരാളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെട്ടിക്കയറ്റും. അതാ നല്ലത്. അതിനെന്നറിയോ അതിനുള്ള സ്പേസ് ഇല്ല അതിന് ഇരിക്കാനായിട്ടുള്ള. അത് ചത്തില്ല. അതിനെടുത്ത് കിട്ടോ. ഇല്ലില്ല കടിക്കോ. അത് ചെമ്പല്ലി ചത്തതാ. പിടയ്ക്കുന്നത് മാത്രം ഇട്ടാൽ മതി. അത് ചെയ്യാനുണ്ട് കേട്ടോ കേട്ടോ. ഇത്തിരി തെളിഞ്ഞ വെള്ളമായിരുന്നു കാണായിരുന്നു. ചത്തിട്ടില്ല. 3 ഇത് നോക്ക്. പക്ഷെ അത് ചാവൂന്നേ. അത് അടിച്ചടിച്ച് കണ്ടോ? ഫുള്ളിന്റെ ചെതുമ്പല് ഫുള്ളും കളഞ്ഞു കണ്ടോ? എന്നിട്ട് അതിന്റെ ദേഹത്ത് മുഴുവനും ഇതാ മുറിവായി. പിന്നെ എന്നെ ഇടുന്നത് അതുകൊണ്ടോ ഇങ്ങനെ കുറച്ച് നേരം കളിക്കത്തുള്ളൂ. നാളെ ഇത് പൊങ്ങി ഇങ്ങനെ കിടക്കും. പിന്നെ ആ വെള്ളവും മാറ്റണം. അല്ല ഇത് കിടക്കട്ടെ എന്നാ ഇതിനകത്ത്. ആണ്ടോ കിടക്കുന്നു. അത് മലന്ന് വരുന്നുണ്ടോ? പിന്നെ ചിലപ്പോ വെള്ളം ഇതിന്റെ വെള്ളത്തിന്റെ പ്രശ്നം കാണും. 2 അപ്പൊ 3 എണ്ണല്ലേ ഇട്ട് നമ്മള്. 3 ഉണ്ട്. അല്ല ഇത് ഇതിൽ കിടന്നോട്ടാ. ചാവുമ്പോ എടുത്താ മതി. ഓ പണിയൊക്കെ കഴിഞ്ഞോ? ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. പേര് വായിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പൊട്ടിച്ചേ എന്നാ നോക്കട്ടെ. ഞാൻ കട്ടപ്പന വെച്ചേ പൊട്ടിക്കണമെന്ന് ആലോചിച്ചതാ. പിന്നെ ഇവളെന്നെ ചീത്ത വിളിക്കില്ലെന്ന് ഓർത്തിട്ട് ഞാൻ പൊട്ടിച്ചില്ല. എന്നാ അടി ഗസ് ചെയ്ത് സംഭവനാ. നോക്കില്ല നോക്കുന്നതിന് പറയാം എന്നാന്ന്. ആണോ? നോക്ക് കാണിച്ച്. പേരോ കാണിച്ച്. ദിസ് ഈസ് ഫോർ അമല്. എവിടെയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ തുറന്നു നോക്കാം. അമ്മുന്റെ ദിസ് ഈസ് ഫോർ അമ്മു. തുറന്നേ അമ്മേ. പേര് പറയണ്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞു. നമ്മുടെ ഒരു ചേച്ചിയാണ്.
നല്ല രസമുണ്ടല്ലേ? തിരിച്ച് അങ്ങനെയല്ല, അതെന്നെ ഫ്രണ്ട് തിരിച്ചാ ഫ്രണ്ട്. തിരിച്ച് കാണിച്ചേ, നീ ഇങ്ങോട്ടും തിരിച്ചേ. ആ ബോർഡിനേക്കാ ഞങ്ങൾക്ക് രണ്ടു കേട്ടോ. അല്ല ഇത് രണ്ടും എനിക്കുള്ള അങ്ങനെ വെച്ച കേട്ടോ. ഞാൻ എന്നെ പറ്റിച്ചു ഗായ്സ്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഇത് നമ്മളിപ്പോ കുഞ്ചോസിനെ ഇടിപ്പിക്കുന്നതായിരിക്കും ഗായ്സ്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്ന ആരോടും നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരാനൊന്നും പറയുന്നില്ല. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ അയച്ചു തരുന്നത്. അത് അവര് ഞാൻ പറയാം ഗിഫ്റ്റ് അയച്ചു തരാനൊന്നും താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും വേണ്ട, ഗിഫ്റ്റ് ഒന്നും അയച്ചു തരേണ്ട, അയച്ച് പൈസ കളയണ്ട. അത് വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അത് വിഷമമാണ്. അപ്പോൾ അവർ നിർബന്ധിച്ചാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ അത് വേണ്ട കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അവരുടെ ഇഷ്ടത്തിനാണ് അവർ അയച്ചു തരുന്നത്. അപ്പോൾ ആദ്യം അതിട്ടിട്ടാ, അതിട്ടിട്ട് വാ. അത് കഴിഞ്ഞിട്ട് ഇത് തരണേ. സിന്ധോമ ഇട്ടിട്ട് കാണിക്കാം. പോ. അല്ല ഇത് ആദ്യം ഇട്. ഇതാവുമ്പോ ഇത്തിരി വെറൈറ്റി ആയിരിക്കും. എന്നിട്ട് അത് ഇടാം. അത് കഴിഞ്ഞിട്ട് അത് ഇടാം. പപ്പാടെ ഇവിടെ പോരെ പോരെ. ഇതാണ് അവിടെ തന്നെ അലക്കിട്ട് കയറി വരട്ടെ. നീ കയറിപ്പോ അമ്മ വന്നിട്ട് നല്ല കോമഡി ആയിട്ടുണ്ട്. നീ അവിടെ പോയിന്ന് ഫുള്ള വ്യൂ ഒന്ന് കണ്ടോട്ടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്ക്. ഒന്ന് കറങ്ങിക്ക്. അതൊന്ന് കൈ വിട്ടിട്ട് കറങ്ങിക്ക്. അതല്ലേ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് വയറൊക്കെ അതൊന്ന് കറക്റ്റ് ആക്കിയാൽ മതി. ഇതൊക്കെ ഇവിടെ ഇതോടെ അമ്മയോടെ വന്നിട്ട് അത് വരാട്ടോ. അടിവാടി വാ വടിയാ കുഞ്ചൂസേ, നീ വാ. അല്ല അമ്മ ഇങ്ങോട്ട് കയറി വാ, അല്ലെങ്കിൽ വെട്ടമില്ല. വാ, നനഞ്ഞ് കുഴപ്പമില്ല. അത് തുടയ്ക്കാം. അമ്മ ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വാടി. അമ്മ ഇങ്ങോട്ട് കയറിയിരിക്കേ. $10,000 രൂപ. 10 രൂപ 10,000. ഞാനിപ്പോ മേടിച്ചോണ്ട് വന്നത്. ഇങ്ങോട്ട് നീങ്ങുന്നേ. നീ ആ കൈ വാരിക്കേ. അവക്ക് ഒരു ടോപ്പ് ഉണ്ട്, അതുകൂടെ കാണിക്കാം. ഇതുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടടി. അങ്ങോട്ട് പോയിന്നേ. വേണ്ട പാ. ഇത് വന്നിരുന്നോ നമ്മൾ എടുക്കാഞ്ഞാ. പെണ്ണിന്റെ ഒരു സന്തോഷം ചാട്ടം നോക്കി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചേച്ചി. ഒരുപാട് നന്ദി കേട്ടോ. കുഞ്ചപ്പനെ ഇത്രയും സന്തോഷമായിട്ട് കണ്ടേന്. പേര് പറയല്ലെന്ന് പറഞ്ഞു. ഓക്കെ എന്നാ പോയി നോക്കിയോ. പേര് പറയില്ലെന്ന് പറഞ്ഞു. അതാ എന്തിനാ ഗിഫ്റ്റിന്റെ മൂല്യം. അപ്പൊ അമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എനിക്ക് കുറച്ച് സാധനം കൂടെ മേടിക്കാനുണ്ട്. ഞാനെന്നാ അത് പോയി മേടിച്ചിട്ട്. ഓക്കെ എന്നാ മാറിക്കോ. ഓക്കെ ശരി. മടുത്ത് ഉപ്പാട് തെറ്റി. കാറും തിരിച്ചു കൊണ്ടു കൊടുക്കണം. അതിന് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഓടിച്ചു. പിന്നെ കട്ടപ്പനയ്ക്ക് പോയി. മടുത്ത് പോയി ശരിക്കും പറഞ്ഞ. ബസ്സിന്
ഒരുത്തി ചാവാത്ത മീനെ കുത്തി കുത്തി കൊന്നോണ്ടിരിക്കുക. അത് കൂടെ പറ. കുത്തി കുത്തി കൊന്നോണ്ടിരിക്കുക. ആ നീ വെട്ടി ബാക്കിയും കൂടെ എടുക്കാന്ന് വിചാരിച്ചു. ചത്ത് കിടന്ന് നേരത്തെ ഓർമ്മ ഞാൻ പോയി കൈ പിടിച്ചോണ്ട്. അപ്പൊ നാളത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നാളെ വിഷ്ണു ഒക്കെ വരുന്നു. അമ്മുവിന്റെ കിട്ടിയവനാണ്. പിന്നെ ഇപ്പൊ പ്രസവിക്കാൻ 4 മാസം കഴിഞ്ഞാലും പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. 5 മാസം കഴിഞ്ഞാലും പ്രസവിക്കാം. അവളോർത്ത് ഇനിയിപ്പോ പ്രസവിക്കാൻ പോവാളൂ. ശരിക്കും പറഞ്ഞാ നാളെ വിഷ്ണു ഒക്കെ വരുവാണ്. വിഷ്ണു വരുവാണ്, അവരുടെ അച്ഛൻ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രിപ്പറേഷൻസും കാര്യങ്ങളിലൊക്കെയാണ്. സിന്ധമ്മ പറയും തുണി അലക്കുന്നു. ഞാൻ വരുന്നതിന് ഇപ്പം അലക്കി നമ്മുടെ എല്ലാം എടുത്തോ. അലക്കിയൊന്നും ഞാൻ ബാക്കി കുഞ്ഞെല്ലാം അലക്കിയിട്ട് ബാക്കി അമ്മ അലക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മീൻ വെട്ടിപ്പഴ കയറിയ. അല്ല ഞാൻ തന്നെ അലക്കേണ്ടതാ. മീൻ വെട്ടിപ്പഴ കയറിയേക്കും. നല്ല മീൻ വറുത്ത് തിന്നാൻ മതിയല്ലോ. വരാലും ഇതും കല്ലടമുട്ടി ചെമ്പല്ലി. ഇനിയിപ്പോ വറുത്തങ്ങ് തിന്നാ മതി. എന്റെ അമ്മായിപ്പൻ എനിക്ക് ശ്രീധരനായിട്ട് തന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ലാതെ ഞാനിങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നോണ്ട് കരഞ്ഞൊന്നുമില്ല. ശരിക്കും വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു. കരയാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആക്ച്വലി ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ. ഞങ്ങൾ നടക്കാൻ പോവാ. എവിടെ നടക്കാൻ പോകുന്നു? ഇതുവരെ ഞങ്ങൾ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. അതിന് 5 മാസം കഴിഞ്ഞ് നടന്നാ മതി പറഞ്ഞേ. 4-5 തുടങ്ങാൻ പോകുന്നത് 5 ദിവസം കൂടെ ഉള്ളൂ. ആണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കറങ്ങും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത് ചെയ്യണം. ആരായിട്ട് വരുന്നുണ്ട്? എനിക്ക് തല ഇറങ്ങി താഴെ വീഴുന്നു. അയ്യോ അമ്മ കണ്ടു പോകുന്നു. ഒന്ന് ഇറങ്ങിപ്പോ നമുക്ക് തല നമ്മുടെ പറ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചോട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.